നമസ്കാരം. ശ്രീമദ് ഭാഗവതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗണേശായ നമ. ശ്രീ സരസ്വത്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ ഭൃതാസുതം. ഒന്നാം അധ്യായം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമാം. യം പ്രവ്രജന്തം മനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവാം. പുത്രേതി തന്മയതയാതരവോഭിനേതു സ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ഇതാണ് ഭാഗവത മാഹാത്മ്യത്തിലെ വന്ദന ശ്ലോകം കഴിഞ്ഞാൽ ആദ്യത്തെ ശ്ലോകം. അപ്പോൾ ഇവിടെ നമ്മൾ പദാനുപദം അർത്ഥം പറയണ്ട, നമ്മൾക്ക് ഒരു സ്വീകാര്യമായ ജനറലൈസ് ആയിട്ടൊരു അർത്ഥമുണ്ട്, ആ അർത്ഥം പറയാം. അതിലെ പ്രധാന വാക്കുകൾ വരുമ്പോൾ അതിനെ നമ്മൾക്ക് വ്യവഹരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ പറയണു, ഈ ഭാഗവത മാഹാത്മ്യം പത്മപുരാണാന്തർഗതമായിരിക്കുന്ന 6 അധ്യായങ്ങൾ കൊണ്ട് ഭാഗവത മാഹാത്മ്യത്തെ പ്രതിപാദിക്കുന്നു. 18 പുരാണത്തിൽ 6 18 ശാക്തേയം, വൈഷ്ണവം, ശൈവം. ശൈവം എന്ന് പറഞ്ഞാൽ ശിവനെ സംബന്ധിച്ചത്, വൈഷ്ണവം എന്ന് പറഞ്ഞാൽ വിഷ്ണു സംബന്ധമായിട്ടുള്ളത്, ശാക്തേയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി ഉപാസകന്മാരെ സംബന്ധിച്ച്. ഇങ്ങനെ 3 തരത്തിലാണ് പറയുക. അപ്പോൾ അതിലൊന്ന് സ്കന്ദപുരാണം വളരെ കേമാണ്. അതായത് ഉള്ള പുരാണത്തിൽ വെച്ച് കൂടുതൽ 41 ദിവസം കൊണ്ട്, ഇപ്പോൾ നമ്മൾ ഈ സപ്താഹം എന്ന് പറഞ്ഞാൽ 7 ദിവസം കൊണ്ടാണല്ലോ ഈ ഭാഗവതം പറയേണ്ടത്, സപ്താഹത്തിന് കേട്ടോ. നവാഹാണെന്നുണ്ടെങ്കിൽ 9 ദിവസം, ഏകാദശാഹം 11 ദിവസം കൊണ്ടാണ് ശിവപുരാണം പറയുക. ഇത് 3 ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 7 ദിവസം കൊണ്ട് പറയുന്ന സ്കന്ദപുരാണമുണ്ട്, 41 ദിവസം കൊണ്ട് പറയുന്ന സ്കന്ദപുരാണമുണ്ട്. അപ്പോൾ ഇതിഹാസങ്ങളിൽ വെച്ച് മഹാഭാരതത്തിന് 1.25 ലക്ഷം ശ്ലോകങ്ങളാണ്. 1.25 ലക്ഷം. എന്നാൽ സ്കന്ദപുരാണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ പ്രോസാണ്, പിന്നെ പദ്യമുള്ളതില്ല, അത് സംസ്കൃതം മൂലത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയാൻ പത്മപുരാണാന്തർഗതമായിട്ടുള്ള 6 അധ്യായങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഗുരുവന്ദനം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ. അപ്പോൾ അതിൻ്റെ മുമ്പും പറയണ്ടേ, കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. കാണുന്നതെല്ലാം നാരായണ പ്രതിമ, കേൾക്കുന്നതെല്ലാം നാരായണ ജപം, ഇല്ലേ? അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ, അതന്നെ അർത്ഥം പറയാം. അപ്പോൾ ഇവിടെ സച്ചിദാനന്ദരൂപായ ഈശ്വരൻ്റെ രൂപം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സത്ത് ചിത്ത് ആനന്ദം, സച്ചിദാനന്ദം. അതെവിടെ ചോദിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലാണ്. അങ്ങനെ ഹൃദയം എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ. ഹൃദയാന്തർഭാഗത്തുള്ള ഒരു ഗുഹ എന്നുള്ളതിന് ഗുഹ എന്ന് പറയും. ആ ഗുഹയിൽ അതറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫുൾ 100% വെജിറ്റേറിയനാണ്. കാരണം എന്താ വിചാരിച്ചാൽ, ഈ സനാതനധർമ്മത്തിൻ്റെ നാരായ പേര് അഹിംസാ പരമോ ധർമ്മ. ഹിംസ ചെയ്യാൻ പാടില്ല. ഹിംസ എന്ന് പറഞ്ഞാൽ വധം മാത്രമല്ല, കൊല്ലൽ മാത്രമല്ല, ദേഷ്യപ്പെട്ടിട്ട്
ഒന്ന് നോക്കിയാൽ വധായി, കൈ ചൂണ്ടി സംസാരിച്ചാൽ വധായി. ഇതിനൊക്കെ മഹാഭാരതം സാക്ഷിയാണ്. അപ്പോൾ ഞാൻ കഥകളിലേക്ക് ഞാൻ ഇപ്പോൾ പോണില്ല, ആദ്യ ദിവസം തന്നെ. അപ്പോൾ നമ്മൾ എന്താണ് കഴിക്കുന്നത്, അതിൻ്റെ സൂക്ഷ്മ രൂപമാണ് നമ്മുടെ മനസ്സായിട്ട് മാറുക. അപ്പോൾ ഈ മനസ്സിൽ ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം, ബുദ്ധി, ഈ 4 കൂടിയിട്ട് അന്ധക്കരണം എന്ന് പറയും. ഇത് 4 ഓരോന്നും ഓരോ സമയത്തെ പ്രവർത്തിക്കുള്ളൂ. ബുദ്ധി പ്രവർത്തിക്കുമ്പോൾ അഹങ്കാരം ഉണ്ടാവില്ല, അഹങ്കാരം പ്രവർത്തിക്കുമ്പോൾ ബുദ്ധി ഉണ്ടാവില്ല, മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ചിത്തും അഹങ്കാരവും പിന്നെ ബുദ്ധി ഉണ്ടാവില്ല. എന്നാൽ ചിത്തം എപ്പോഴാണ് പ്രവർത്തിക്കുക ചോദിക്കും. ചിത്തം പ്രവർത്തിക്കല്ല, ചിത്തം സ്ഥായിയായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ചിതാകാശ ഗുഹയിലാണ് ഈശ്വരൻ വസിക്കുന്നത്. ചിതാകാശ ഗുഹ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കോഴിമുട്ട എടുത്ത് അതിനെ ഒന്ന് പുഴുങ്ങി വെള്ളത്തിലിട്ട് ഓട് കളയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു അർദ്ധചന്ദ്രാകൃതി കലയോടുകൂടി ഒരു സ്പേസ് കാണാം. ഒരു സ്പേസ്, ഒരു ശൂന്യമായിട്ടുള്ളൊരവസ്ഥ, ഒരു കുഴി. ആ കുഴിയിലെ സ്പേസിലുള്ള എയറാണ് ആ കോഴിമുട്ടേനെ കോഴിയാക്കാൻ ഉപകരിക്കുന്നത്. അതേപോലെ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ 4 വാൾവുണ്ടല്ലോ ഹൃദയത്തിന്, 2 വരാൻ 2 പുറത്തേക്ക് പോവാൻ. അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ഗുഹയുണ്ട്, അതാണ് ചിത്ത്. ആ ചിത്തിൽ ചൈതന്യവത്തായിട്ടാണ് ഈശ്വരൻ ഇരിക്കുന്നത്. ഈശ്വരൻ ശ്രീലകത്തല്ല ഇരിക്കുന്നത്. സത്യത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയ ഗുഹയിൽ ഇരിക്കുന്ന, ചിതാകാശ ഗുഹയിൽ വർത്തിക്കുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് ഈശ്വരൻ. അതിനെ നിങ്ങൾക്ക് ശിവനെന്ന് പറയാം, അതിനെ നിങ്ങൾക്ക് ശ്രീഹരി എന്ന് പറയാം, കൃഷ്ണൻ എന്ന് പറയാം, ശ്രീരാമൻ എന്ന് പറയാം, മറ്റ് ദേവന്മാരെ ഒക്കെ പറയാം. പക്ഷേ ഈശ്വരനും ദേവന്മാരും കൂടി വ്യത്യാസമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ദി അൾട്ടിമേറ്റ്, ആൾ പ്രിവൈഡിങ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സർവജ്ഞൻ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സർവവ്യാപി. ഈശ്വരൻ സത്യത്തിൽ എന്താ? നിരാകാരനാണ്, ആകാരമില്ല. ഇത് മനസ്സിലാക്കാണ്ട് ഭാഗവതത്തിലേക്ക് മുങ്ങാൻ പറ്റില്ല നമുക്ക്. അല്ലെങ്കിൽ ഭാഗവതത്തിൽ നിന്ന് മുങ്ങാനോ ഭാഗവതത്തിലേക്ക് മുങ്ങാനോ. ഭാഗവതത്തിലേക്ക് മുങ്ങാന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തസത്ത ശരിക്കും മനസ്സിലാക്കാമെന്ന് അർത്ഥം. ഭാഗവതത്തിൽ നിന്ന് മുങ്ങാന്ന് പറഞ്ഞാൽ ഭാഗവതം വായിക്കാണ്ടിരിക്കാമെന്ന് അർത്ഥം. അത് ശ്രോതാക്കളെ, കേൾക്കുന്നവരാണ് മനസ്സിലാക്കേണ്ടത്. ഞാനൊരു വക്താവ്, പറയുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥകളെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് എനിക്ക് അപരാധമായിട്ട് വരും. കാരണം എന്താ? ഞാൻ എങ്ങനെയാണ് ഈ ഭാഗവതം ഉപാസിച്ചുകൊണ്ട് സ്വതസിദ്ധമായ രീതിയിൽ ജീവിത സന്ധാരണം ചെയ്ത് ഒരു 100% എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു 99.99% ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളാണ്. അതിന് മൂല കാരണം സത്യസന്ധമായിട്ട് പറയാം ഭാഗവതം. ഭാഗവതം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ പറയുക? ഭഗവാനെ പറ്റി പറയുന്നതും ഭഗവാനാൽ പറയുന്നതും. ഒരു കണക്കിൽ സൂക്ഷ്മം സ്ഥൂലം എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. സ്ഥൂലം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നത്, തൊട്ടു നോക്കാൻ പറ്റും. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ അനുഭവിക്കാം, എന്നാൽ കാണാൻ പറ്റില്ല, തൊട്ടു നോക്കാൻ പറ്റില്ല, അളന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഉദാഹരണം പറയാം. ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ശരീരം സ്ഥൂലാണ്. അപ്പോൾ ഭഗവാന്റെ സ്ഥൂല ശരീരമാണ് ഭാഗവതം എന്ന് പറയാം. ഏതാ ഭാഗവതത്തിൽ ഭഗവാന്റെ സൂക്ഷ്മ ശരീരം എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഭഗവാൻ ഉവാച, ശുക ഉവാച, വിദുര ഉവാച, ഇങ്ങനെ ഈ ഉവാച എന്ന് പറഞ്ഞാൽ പറയുന്നു, പറയപ്പെട്ടു എന്നുള്ള അർത്ഥം വരും. നേരെ മറിച്ച് വ്യക്തികൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഊജു എന്നേ പറയുള്ളൂ. ഋഷികൾ പറഞ്ഞു, ഋഷി ഉവാച, ഒരാളെ പറഞ്ഞുള്ളൂ. ഇങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഭാഗവതം എന്നുള്ളത് പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി, ഒരു പ്രമാണം പറയും.
പ്രത്യക്ഷത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഈ ഭാഗവതം. അതുകൊണ്ട് ഭാഗവതം ഒരിക്കലും നിലത്ത് വയ്ക്കരുത്. സരസ്വതി പീഠത്തിൽ വയ്ക്കാം, അല്ലേ? മരം കൊണ്ടിങ്ങനെ. അപ്പോൾ അതിനെ തൊട്ട് വണങ്ങണം. കാരണം എന്താ? ഭഗവാനാണത്. അപ്പോൾ കഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള സതുപദേശങ്ങൾ ഭാഗവതത്തിൽ മൊത്തത്തിൽ 14,000 ചില്ലാൻ ശ്ലോകങ്ങളുണ്ട്. ഗ്രന്ഥസംഖ്യ എന്ന് പറഞ്ഞാൽ ഇത്ര അക്ഷരങ്ങൾ കൂടിയാൽ ഒരു ഗ്രന്ഥം എന്ന് സംസ്കൃതത്തിലൊരു മീറ്റർ ഉണ്ട്. ആ മീറ്റർ പ്രകാരം 18,000 ഗ്രന്ഥസംഖ്യ ഭാഗവതത്തിലുണ്ട് എന്ന് പറയണം. ചിലവരെ അറിയാതെ കണ്ട് തള്ളും. എന്തത് 18,000 ശ്ലോകങ്ങൾ? അങ്ങനെയല്ല. എന്നാൽ ഈ 14,000 ചില്ലാൻ ശ്ലോകങ്ങളിൽ 4,000 ചില്ലാൻ ശ്ലോകങ്ങൾ ഭഗവാന്റെ സ്തുതിയാണ്, ഭഗവാനെ സ്തുതിക്കുന്നതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ചിലത് മനസ്സിലാക്കാതെ കണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സബ്ജക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം സച്ചിദാനന്ദരൂപായ. ഇതിനെ കുറച്ചുകൂടി ജനറലൈസ്ഡ് പറയുകയാണെങ്കിൽ ശബരിമലയ്ക്ക് പോകേണ്ടത് നമ്മൾ. ഈ ശബരിമലയുടെ സിദ്ധാന്തം ഒരു പുരാണത്തിലുമില്ല, അത് വാഗ്മയി രൂപമായിട്ട് വന്നിട്ടുള്ളതാണ്. ഈ അയ്യപ്പൻ പാട്ട് ഒരു ഗ്രന്ഥത്തിലുമില്ല. പക്ഷേ അതൊക്കെ നല്ല സജ്ജനങ്ങൾ ഇസ്ലാം മതം വന്നതിൻ്റെ ശേഷം, അതായത് നോട്ട് മോർ ദാൻ 800 ഇയേഴ്സ്. ഇസ്ലാം മതം വന്നിട്ട് കുറച്ചുകൂടി കാലമായി. പക്ഷേ ഇസ്ലാം മതത്തിനെയും സനാതന ധർമ്മികളെയും ഒപ്പം കൊണ്ടുപോകാൻ വേണ്ടി ഒരു കഥയാണത്. അത് പന്തളത്ത് രാജകുമാരൻ എന്ന് സംഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ഇത്ര കാലത്ത് പഴക്കമില്ല എന്നർത്ഥം. അപ്പോൾ എൻ്റെ ആധികാരികമായിട്ട് എൻ്റെ കയ്യിൽ ഗ്രന്ഥമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എനിക്കൊരു രാജകുടുംബത്തിലത്തെ ഒരാൾ ആ ശബരിമല അല്ലെങ്കിൽ പന്തള രാജ കുടുംബത്തിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്ര ആധികാരികമായിട്ട് പറഞ്ഞത്. അപ്പോൾ വാഗ്മയി രൂപം. അപ്പോൾ ഇത് പറയാൻ കാരണം, നമ്മൾ ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ ഹരിഹരസുതൻ, ഹരിയരുടെയും ഹരൻ്റെയും സുതൻ, ആനന്ദചിത്തൻ. അതാരാ? ആനന്ദം. ആ വാക്കിനൊരു പ്രധാനമുണ്ട്. ആനന്ദം എന്നുള്ളതിന് ഓപ്പോസിറ്റ് നാമമില്ല. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടേനും പരമാനന്ദം, ആനന്ദം, പരമാനന്ദം. അപ്പം ചിതാകാശഗുഹയിലുള്ള ബ്രഹ്മം സദാസമയത്തും പരമാനന്ദം തരാൻ കഴിവുള്ള ഒരു ചൈതന്യമാണ്. വ്യക്തി എന്ന് ഞാൻ പറയില്ല. ഈശ്വരൻ എന്നുള്ളതിനേക്കാൾ, ഈശ്വരി എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം ഈശ്വരീയത എന്ന് പറയണം. അതൊരു ക്വാളിറ്റേറ്റീവ് ടേംസാണ്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഈശ്വരീയതയുടെ മാർഗത്തു കൂടെ വേണം ജീവിക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ അധപ്പതനം ഉറപ്പ്. ഞാൻ എന്താ അത്ര അച്ചിട്ട് പറഞ്ഞത് എന്ന് വിചാരിച്ചാൽ, ഗ്രന്ഥ സംസ്കാരം പറഞ്ഞൊന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥത്തിൽ എന്തുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താവാൻ പറ്റും? അയമേവ ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ എന്നീ മഹാവാക്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് ഗുരുപദേശമാണ്. അപ്പം ഞാനിത് പർപ്പസായിട്ട് വീഡിയോ തരാൻ കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നേർക്ക് നേരെ സംസാരിച്ചാലേ ഗുരുപദേശമുള്ളൂ. അപ്പോൾ വോയിസ് മെസ്സേജ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. എന്നാൽ നിങ്ങളെ ഞാൻ കാണുന്നുണ്ടോ ചോദിച്ചാൽ, എന്നെ ഇതിന് ക്ഷണിച്ച കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അവരെ വിവാഹം ചെയ്ത ബാബുവിനെയും ഒക്കെ. അത് മാത്രമല്ല, ഈ ബാബു എന്ന് പറഞ്ഞ ആളുടെ അച്ഛനെ എൻ്റെ ജാതകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ കുടുംബമായിട്ടൊരു അഭേദ്യ ബന്ധം, അതായത് ഭേദഭാവന ഇല്ലാത്തൊരു ബന്ധം, അഭേദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? കാണാൻ പറ്റാത്തത്, എന്നാൽ അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നതിൽ വെറും കാമ, ക്രോധ, മത, മത്സര, ലോഭങ്ങൾ, അവരെ നമുക്ക് ഉപയോഗമില്ല. അവരെ നമ്മൾക്ക് നിഷ്കാസനം, മനസ്സിൽ നിന്ന് പുറന്തള്ളാൻ സാധിക്കണം. കാമനകൾ, ആഗ്രഹങ്ങൾ. എന്നാൽ ചിലവർ ചോദിക്കും, എല്ലാറ്റിൻ്റെയും പദത്തിൻ്റെ അർത്ഥം എടുത്തിട്ട് നമ്മൾ വാദിക്കരുത്. ഒന്നാമത് വാദം ശരിയല്ല.
ശ്രവണം, കീർത്തനം, മനനം, ഇല്ലേ? അങ്ങനെ 9 പോകുമ്പോൾ ആദ്യത്തെ 3 നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നന്നായിട്ട് ശ്രവിക്കുക, ശ്രവിച്ചതിനെ മനനം ചെയ്യുക, അരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ശ്രവിച്ചതിനെ കീർത്തിക്കണം. കീർത്തിക്കുക. ഈ കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കീർത്തിക്കേണ്ടത്? ഈശ്വരനെ സ്തുതിക്കണതാണ് കീർത്തിക്കേണ്ടത്. ഈശ്വരനാമങ്ങൾ കീർത്തിക്കണം. ഈശ്വരനാമങ്ങളെന്ന് പറയുമ്പോൾ ഭാഗവതം എന്ന് പറയുമ്പോൾ വിഷ്ണു സഹസ്രനാമമാണ് അതിന് പറയാം. അപ്പോൾ സഹസ്രനാമം ജപിക്കുന്ന നിങ്ങളോട് എനിക്ക് വിനീതമായി അറിയിക്കേണ്ട ഒരു കാര്യം, കാര്യസാധ്യ പുഷ്പാഞ്ജലി ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. ഞാനൊരു എന്താ പറയുക, ഒരു സോഷ്യൽ ക്രിട്ടിക്ക് കൂടിയാണ്. കാരണം എന്താ? സത്യവസ്തുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അസത്യവസ്തുവിനെ നമ്മൾ മാറ്റണം. നമ്മൾ ജനിച്ചത് എന്തിനാ? സച്ചിദാനന്ദ ആനന്ദം അനുഭവിക്കാനാണ്. അത് അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്നത് വരെ നമ്മൾ ആനന്ദിക്കുന്നുണ്ട്. കാരണം എന്താ? നമ്മളെ ആരാ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത്? ബി കോംപ്ലക്സ് അല്ല കേട്ടോ. ബി കോംപ്ലക്സ് ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ആയുർവേദ മരുന്നൊന്നുമല്ല. ഭഗവാനാണ് നമ്മളെ പരിരക്ഷിച്ചിട്ടുള്ളത്. അത് ആ ഭാഗവത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് പറയും. പരീക്ഷിത്ത് എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട്. ആ പരീക്ഷിത്ത് മഹാഭാരത യുദ്ധാനന്തരം ഉത്തര, അതായത് പരീക്ഷത്തിൻ്റെ അമ്മയായിരിക്കുന്ന ഉത്തര എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവന്മാരിൽ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ ശ്രീകൃഷ്ണ സഹോദരിയായിരിക്കുന്ന സുഭദ്രയെ വിവാഹം കഴിക്കുന്നുണ്ടായി. ആ സുഭദ്രയിലുണ്ടായ കുട്ടിയാണ് അഭിമന്യു. അപ്പോൾ 18 വയസ്സ് തികയുന്ന സമയത്താണ് മഹാഭാരത യുദ്ധത്തിലെ 10 അതികായന്മാർ, മഹാരഥന്മാർ വളഞ്ഞു നിന്ന് ഈ അഭിമന്യുവിനെ തച്ചു കൊന്നത്. അപ്പോൾ അഭിമന്യുവിൻ്റെ രേതസ് ഉത്തരയുടെ ഗർഭത്തിലുണ്ട് ആയിരുന്നു അപ്പോഴേക്കും. അപ്പോൾ ഈ പാണ്ഡവന്മാരുടെയും ഈ പിന്നെ എന്താ പറയുക, 100 പേര്, പിന്നെ ധൃതരാഷ്ട്രയുടെ മക്കൾ, ദുര്യോധനാദികൾ, അവരുടെയും ഗുരുനാഥൻ ദ്രോണാചാര്യനാണ്. ദ്രോണാചാര്യ ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അശ്വത്ഥാമാവ് പണ്ടൊരു മഹാവ്യക്തിയുണ്ട്. ആ അശ്വത്ഥാമാവ് തിന്ന ചോറിന് കൂറ് കാണിക്കാൻ വേണ്ടി, കൗരവരോടുള്ള താല്പര്യം രക്ഷിക്കാൻ വേണ്ടി ഭൂമണ്ഡലത്തിൽ നിന്ന് പാണ്ഡവരുടെ തരി ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു ബ്രഹ്മാസ്ത്രം അയച്ചു. ആ ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ ഉത്തരയ്ക്ക് ഇരിക്കപ്പെടുന്നില്ലാതെയൊക്കെ ഉണ്ടായി. കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച രോദനം. കൃഷ്ണൻ വിളി കേട്ടു. കൃഷ്ണൻ എന്ത് ചെയ്തു? ചതുർബാഹുവായിട്ട് അങ്കുഷ്ടപ്രായത്തോടു കൂടി, എന്ന് പറഞ്ഞാൽ അങ്കുഷ്ടം എന്ന് പറഞ്ഞാൽ തള്ളവിരലിൻ്റെ വലുപ്പത്തോടു കൂടി ചതുർബാഹുവായിട്ട് ശംഖചക്ര കഥാധാരനായിട്ട് ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് തൻ്റെ ഗദയുടെയും തൻ്റെ സുദർശന ചക്രത്തിൻ്റെയും മറവിൽ ആ ഭ്രൂണത്തിനെ സംരക്ഷിച്ചു. അപ്പോൾ ഭഗവാനാൽ പരീക്ഷിച്ച് ഉണ്ടായിട്ടുള്ള കുട്ടി എന്നുള്ള നിലയ്ക്കാണ് പരീക്ഷിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ പരീക്ഷിത്ത് വലിയ കഥാപാത്രമായിട്ടുള്ള കഥയാണ് എല്ലാം. പരീക്ഷത്തിന് സുഖബ്രഹ്മ മഹർഷി ഭാഗവതം ഉപദേശിക്കുകയാണ്. അത് ഉപദേശിച്ചത് 7 ദിവസം കൊണ്ട്. കാരണം പരീക്ഷിത്ത് ചെയ്ത ഒരേ ഒരു തെറ്റെന്താ? അയാൾ രാജാവ് എന്നുള്ള നിലയ്ക്ക് കാനനത്തിൽ പോയി നായാട്ട് നടത്തും. നായാട്ട് ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പോഴത്തെ കൂട്ടത്തിലെ ആൾക്കാർ എയർ ഗണ്ണോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനത്തോടു കൂടി വേട്ടനായ്ക്കളെയും കൊണ്ടുപോയി മുയലിനെയും മാനിനെയും പിടിക്കുന്നതല്ല. നായാട്ടം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഭീകര മൃഗങ്ങൾ. പന്നി കൃഷി നശിപ്പിക്കും, അതുകൊണ്ട് അസ്ത്രം ചെയ്ത് കൊല്ലും. അതേമാതിരി ഹിസ്ര സ്വഭാവമുള്ളവർ, പുലി, സിംഹം, ഇതിനൊക്കെ ഇല്ലാതെ കൊണ്ട് ചെയ്യും. കാരണം എന്താ? അതൊക്കെ പെറ്റി പെരുകിയാൽ മനുഷ്യൻ്റെ അത്ര അയാൾ മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ട് വരും. അല്ലാണ്ട് ആനയെ വേട്ടയാടാനോ കൊമ്പെടുക്കാനോ നായാടാൻ പാടില്ല. ആ നായാടുന്ന സമയത്ത് ഒരു വീക്ക് മൈൻഡ്, അതായത് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിച്ചില്ല രാജാവിന്. ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ കണ്ണ്,
കാത്, മൂക്ക്, നാവ്, ത്വക്ക്, ഉപസ്ഥം, ജനനേന്ദ്രിയവും പിന്നെ ഗുദം, മലം വിസർജിക്കാനുള്ളത്. അപ്പോൾ ഈ ഉപസ്ഥം എന്നുള്ളതിനെയാണ് ജനനേന്ദ്രിയം എന്ന് പറയാം. ഇത് മനസ്സിലാക്കണം. ഇതിൽ പല പ്രാവശ്യം വരും. സഭയിൽ അസഭ്യമില്ല, സഭ്യത മാത്രമേ ഉള്ളൂ. കേൾക്കുന്നവരുടെ വിചാരധാരയാണ് അസഭ്യമാണോ എന്ന് തോന്നുന്നത്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. അർത്ഥം പറയുമ്പോൾ അർത്ഥം പറയണം, വേണ്ടേ? അപ്പോൾ ഈ സച്ചിദാനന്ദ രൂപായ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നിരാകാരനാണെന്നും കാണപ്പെടുന്ന ഫോട്ടോകളും ധൂളി ചിത്രങ്ങളും പ്രതിമകളും എല്ലാം ഈശ്വരൻ്റെ അല്ലെങ്കിൽ ദേവതകളുടെ പ്രതിരൂപങ്ങളാണ് എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രിയാമ്പിളാണ് സച്ചിദാനന്ദനെ പറ്റിയിട്ട്. അപ്പോൾ ഈ സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാതെ ഉള്ളിലേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യും കാലും ഇല്ലാത്തവരെ നമ്മൾ കാണുന്നുണ്ട്, തല്ലില്ലാത്തവരെ നമ്മൾ കണ്ടിട്ടില്ല. കബന്ധം രാമായണത്തിലൊരു കഥാപാത്രമുണ്ട്, അതോടിരിക്കട്ടെ. അപ്പോൾ ഒരു വ്യക്തിയുടെ പേര് എന്ന് പറഞ്ഞാൽ അത് 100% ആണ്. കൈയില്ലാത്തവർക്ക് 75% പേര്, കാലും കയ്യും ഇല്ലാത്തവർക്ക് 50% പേര്, അങ്ങനെയില്ല. എന്നാൽ ഈ പേര് ആർക്കാ എന്ന് ചോദിച്ചാൽ ശരീരത്തിനല്ല, ആത്മാവിനാണ് പേരിടുന്നത്. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് കൃഷ്ണൻ, രാമൻ, ദാമോദരൻ, ശങ്കരൻ അല്ലെങ്കിൽ ശിവശങ്കരൻ എന്തൊക്കെ ദൈവിക നാമങ്ങളുണ്ടോ അതൊക്കെയാണ് പണ്ട് പേരിടുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി, അത് വേറെ കാര്യം. അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇനി. അപ്പോൾ ഈശ്വരനാമങ്ങൾ പരിഹാസമായിട്ടോ ക്രോധാവേശമായിട്ടോ സമചിത്തതയോടോ എങ്ങനെയായാലും അതിനൊരു ബലമുണ്ട്. ഇപ്പോൾ രാവണൻ, കംസൻ, അതേമാതിരി പിന്നെ പല കഥാപാത്രങ്ങളും ക്രോധാവേശത്തിൽ അല്ലെങ്കിൽ പരിഹസിച്ച് നാമം ചൊല്ലിയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഭയന്നിട്ട് നാമം എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ ഭഗവാൻ പെട്ടെന്ന് എന്ത് കൊടുത്തിട്ടുണ്ട്? മോശം കൊടുത്തിട്ടുണ്ട്. എന്നാൽ സമചിത്തതയോടുകൂടി അവിടെ ഇവിടെയും തൊടാതെ കണ്ടുള്ള ആൾക്കാർ നാമം ചൊല്ലുന്നുണ്ട്. അവർക്കൊരു കാര്യം ഉണ്ടായില്ല. കാരണം എന്താ? ഇൻറ്റൻസിറ്റി പറഞ്ഞൊരു വാക്കുണ്ട്, തീവ്രത ഇല്ല. തീവ്രതയോടുകൂടി ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി നാമം ചെല്ലണം. ആ നാമം ചെല്ലണത് എന്തിനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാറ്റിനും അധമം, മധ്യമം, ഉത്തമം, ഇങ്ങനെ 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. പ്രകൃതിയുടെ ഗുണങ്ങളായ തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം, ഇങ്ങനെ 3 ഗുണങ്ങളുണ്ട്. ഈ 3 ഗുണങ്ങളും ഈ അധമം, മധ്യമം, ഉത്തമം എന്നുള്ളതിനെ ഘടിപ്പിക്കാൻ നമുക്ക് ചേർത്ത് നിർത്താം. അപ്പോൾ ഏകമായിരിക്കുന്ന പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു, ആപ്തവാക്യാണ്. ബ്രഹ്മം ഒന്നേ ഉള്ളൂ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ഈശ്വരനെ നമ്മൾ പല നാമധേയങ്ങളിലും അറിയുന്നുണ്ട്. അത് വിചാരിച്ച് എല്ലാം വ്യത്യസ്തമെന്ന് വിചാരിക്കരുത്. അത് ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ ചെറിയൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ അറിയണത്, എൻ്റെ പേര് രാജഗോപാലൻ എന്നാണ്. ഞാൻ ഓങ്ങല്ലൂരുകാരനാണ്. ഓങ്ങല്ലൂര് പന്തല്ലൂർ നാണിക്കുട്ടിയമ്മയുടെ മകൻ. എൻ്റെ അച്ഛൻ്റെ പേര് രംഗയ്യർ, സ്വാമിയാണ്, പട്ടറാണ്. നല്ല പട്ടറായിരുന്നു. അതായത് കുടുംബം നോക്കിയിട്ടുള്ള പട്ടറാണ്. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? പണ്ടത്തെ കാലത്ത് അപ്പർ ക്ലാസ് ആൾക്കാർക്ക് സവർണരിൽ, ബ്രാഹ്മണരല്ലാത്തവരിൽ കുട്ടികളുണ്ടായാൽ നോക്കിയിരുന്നില്ല. ചിലവർ കൊടുത്തിരുന്നില്ല, പഠിപ്പിച്ചിരുന്നില്ല. ഇദ്ദേഹം വലിയൊരു മനസ്സിൻ്റെ ഉടമയാവുക കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ തന്നെ വേണം. അതാണ് ഈ ഭാഗവതം കയ്യിലെടുക്കാൻ കാരണം. അത് പറയുമ്പോൾ ഒന്നുകൂടി പറയണം. എൻ്റെ പേരിൽ രാജഗോപാലൻ പട്ടാമ്പിയെന്നോ പട്ടാമ്പി രാജഗോപാലൻ എന്നോ ആണ് കേൾക്കുക. എന്താ അതിന് കാരണം ചോദിച്ചാൽ, ഞാൻ പട്ടാമ്പി അങ്ങാടിയിൽ പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രമുണ്ട്. പട്ടാമ്പിയിൽ പടിഞ്ഞാറേ മഠം എന്നാ പറയുക, പടിഞ്ഞാറേ മഠം ദേവസ്വം ഗുരുവായൂരപ്പൻ ക്ഷേത്രം. പാലത്തിനോട് ചേർന്ന് വലിയ ഗോപുരം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ. അത് എൻ്റെ അച്ഛൻ പെങ്ങളുടെ ട്രസ്റ്റായിരുന്നു. ഞാൻ അതിലാണ് വളർന്നത് 21.5 വയസ്സ് വരെ. പട്ടാമ്പി ഭാരതപ്പുഴയിൽ ചാടിക്കളിച്ച്, അല്ലെങ്കിൽ ആ ക്ഷേത്രക്കുളത്തിൽ ചാടിക്കളിച്ച് ആ ക്ഷേത്രത്തിലുള്ള ദേവനെ, ഗുരുവായൂരപ്പനെ, ശ്രീകൃഷ്ണനെ ഉപാസിച്ചും കൊണ്ട് ജീവിച്ചൊരാളാണ്.
അതുകൊണ്ടാണ് ഞാനൊരു പ്യുവർ വെജിറ്റേറിയനായിട്ട് മാറിയത്. ചൊട്ടയിലെ ശീലം ചുടല വരെ. അപ്പോൾ എനിക്ക് ഭാഗവതം കുറേ കൂടി ഈസിയായി. പിന്നെ എൻ്റെ അച്ഛൻ തമിഴ് ലിപിയിലാണ് ഭാഗവതം വാസിച്ചിരുന്നത്. അദ്ദേഹം ബ്രാഹ്മണനാവ് കാരണം. പക്ഷേ അന്നന്ന് അദ്ദേഹം അമ്പലത്തിൽ വെച്ച്, അതായത് പിന്നെ വാതിൽ മാടത്തിലെ ഉപാസനയാണ്. ഈ ഗ്രന്ഥത്തിന് പൂവിട്ട് പൂജിക്കും, ശർക്കരയോ പഴോ അവിലോ നേദിക്കും, എന്നിട്ട് അതിന് പ്രദക്ഷിണം ചെയ്യും, നമസ്കരിക്കും. അന്നന്ന് വായിച്ചതിൻ്റെ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും മലയാളത്തിൽ, തമിഴിൽ. ഞങ്ങൾ അച്ഛനോട് തമിഴാണ് സംസാരിക്കുക, അമ്മോട് മലയാളത്തിലും. ഒരു കാലഘട്ടം, ഒരു 83 കൊല്ലം മുമ്പത്തെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് മനസ്സിലാകാൻ പറ്റും, പ്രായമായിട്ടുള്ളവർക്ക്. തൊട്ടുകൂടായ്മയുള്ള കാലം ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ തന്നെ ഈ സോക്കാൾഡ് കടപ്പുറമ്പത്ത് കാവ് തന്നെ ചിലവർ പുഴുങ്ങലരിയാണ് കൊണ്ടു കൊടുക്കുക. മാറ്റരി പറഞ്ഞിട്ട് അവിടുത്തെ വാര ഉണങ്ങല്ലരി കൊടുക്കും നമ്പൂരിക്ക്. കാരണം ഉണങ്ങല്ലരി സർവ്വസാധാരണയല്ല, പീടികയിൽ വ്യവഹാരം ചെയ്യാത്ത കാലം. ഒരു 50 കൊല്ലം മുമ്പത്തെ 60 കൊല്ലം മുമ്പത്തെ കാര്യം നിങ്ങളോട് പറഞ്ഞത്. ഇതറിയാനാലാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ക്ഷേത്രം 1970കളിൽ ഭൂപരിഷ്കരണ നിയമം, ലാൻഡ് റീഫോം ആക്ട് വന്നപ്പോൾ പാട്ടം കിട്ടാതെ ഉണ്ടായപ്പോൾ നമ്മുടെ മനസ്ഥിതിക്ക് അനുസരിച്ച് ഈ ക്ഷേത്രം കൊണ്ടു നടത്താൻ പറ്റാതെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് ബോർഡിന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ടെക്നിക്കാലിറ്റി വന്നു. 60 വയസ്സിൽ മീതുള്ളവർ കാര്യസ്ഥന്മാരാവാൻ പാടില്ല ക്ഷേത്രങ്ങളിൽ. 60 വയസ്സ് വരെ കാര്യസ്ഥൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആവാൻ പാടുള്ളൂ. ഈ കാര്യസ്ഥൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പോൾ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാനാണ് കാര്യസ്ഥൻ, അച്ഛനാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു കാര്യം കൂടി പറയാം. അന്നൊക്കെ 19 രൂപ 95 പൈസയ്ക്കാണ് ബില്ല് എഴുതാൻ പാടുള്ളൂ. 20 രൂപയായാൽ ഒരെണ്ണയുടെ റവന്യൂ സ്റ്റാമ്പ് വെക്കണം. ഇന്ന് 5000 റുപ്പീസാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പ്രഭാഷണത്തിന് പോയാൽ 5000 റുപ്പീസ് ആൻഡ് എബവ് തരികയാണെങ്കിൽ 1 രൂപയുടെ റവന്യൂ സ്റ്റാമ്പിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. 5000 റുപ്പയുടെ താഴെ തരുന്നത് വിചാരിച്ചാൽ അതിന് പ്രശ്നമില്ല. ഞാനിത് അനുഭവിച്ച ഒരാളെന്നുള്ളത് എനിക്ക് നിങ്ങളോട് നേരിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആ ട്രസ്റ്റ് സറണ്ടർ ചെയ്യണ സമയത്തുള്ളൊരു വൈകാരിക അവസ്ഥ, എല്ലാം നമ്മുടേതാണ് എന്ന് വിചാരിച്ച് ആ നല്ല പ്രായത്തിൽ ഒരു 21-21.5 വയസ്സിൽ അത് കൈവിട്ട് പോവുക, നമ്മൾ കൊണ്ട് കളയുക. ഒരാൾക്ക് ഇഷ്ടദാനം കൊടുക്കുക, കമ്മ്യൂണിറ്റിക്ക്, സമൂഹത്തിന് വേണ്ടിയിട്ട്. അത് ഇന്നിപ്പോൾ പട്ടാമ്പി അമ്പലത്തിൽ വലിയ കാര്യമാണ്. നെക്സ്റ്റ് ടു മെയിൻ ഗുരുവായൂരിൽ വിവാഹങ്ങൾ നടക്കുന്ന സ്ഥലം. ആൾമോസ്റ്റ് 2 ദിവസം കൂടുമ്പോൾ പിന്നെ ഉദയാസ്തമന പൂജ. പടിഞ്ഞാറേ കാലടി മനക്കാർക്കും ശ്രീധരൻ ചൊമ്പരത്ത് മനക്കാർക്ക്, അങ്ങനെ 2 കൂട്ടർക്കാണ് അവിടെ തന്ത്രം മാറി മാറി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ കുട്ടിക്കാലത്ത് തുടങ്ങി ഈശ്വരോപാസന. അന്നൊക്കെ എങ്ങനെ വെച്ചാൽ വരച്ച് കുറിയിടണം, പുഴയിൽ പോയി മുങ്ങി കുളിക്കുക, വരച്ച് കുറിയിടണം, എന്നിട്ട് അമ്പലത്തിൽ പോയി കിടന്ന തീർത്ഥം തിരുമതിനൊക്കെ സേവിക്കണം. എന്നാൽ അല്ലേ പാലൊഴിക്കാത്ത കാപ്പി കിട്ടും അന്നത്തെ കാലത്ത്, ദാരിദ്ര്യം ഉണ്ട്. അപ്പോൾ ഒരു വെള്ള പിഞ്ഞാണം നീല വരയായിട്ട് അത് കാപ്പി കുടിച്ചാൽ നമ്മൾ തന്നെ മൂറി ഒരു പത്തായത്തിൻ്റെ ചോട്ടിൽ, അരിപ്പത്തായത്തിൻ്റെ ചോട്ടിൽ കമത്തി വയ്ക്കും. അത് മറ്റുള്ളവർ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്രം മേലുള്ളവർ ബ്രാഹ്മണർ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പരിതസ്ഥിതികളൊക്കെ ഉണ്ടെങ്കിലും ഈശ്വരീയത ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്രന് വ്യത്യാസമില്ല. ഭാഗവതം പറയണം, എല്ലാവരുടെയും പ്രഥമഗണനീയമായ ഉദ്ദേശ ലക്ഷ്യം ഈശ്വരപ്രാപ്തി ആയിരിക്കണം. അതിന് പറച്ചുപെറ്റ പന്തിരകുലത്തിലെ പാക്കനാരുടെ കഥ പറയണം. എന്താ പാക്കനാരുടെ കഥ? പാക്കനാർ പറയ സമുദായത്തിൽ പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഈ പരമ്പ്, മുറം മുതലായിട്ടുള്ള ഉറി ഒക്കെ ഉണ്ടാക്കലാണ്. അപ്പോൾ അഗ്നിഹോത്രിയാണ് അവരുടെ മൂത്ത ജ്യേഷ്ഠൻ തൃത്താലയിൽ. അപ്പോൾ അച്ഛൻ്റെ ശ്രാദ്ധത്തിന് എന്തെങ്കിലും കൊണ്ടുപോകണല്ലോ പറഞ്ഞിട്ട് പശുവിൻ്റെ 4 പോല കൊണ്ടുപോയി ഒരു തേക്കിൻ്റെ ഇലയിൽ. അത് അകത്തുള്ള ആൾ സ്വീകരിക്കില്ല. കാരണം
അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞു. വലിച്ചെറിഞ്ഞത് മുളച്ചതാണ് കോഴയ്ക്ക. കോഴയ്ക്ക നല്ലൊരു ആയുർവേദ എന്താ പറയുക ഫലമാണ്. കോഴയ്ക്കയുടെ ഇല ആയുർവേദത്തിന് പറ്റി മഞ്ഞളും കോഴയ്ക്കയുടെ വള്ളിയും കൂടി അരച്ച് പണ്ടത്തെ കാലത്ത് ഈ ഗ്രഹണി എന്ന് പറഞ്ഞ മാതിരി ആണി പറഞ്ഞ കുട്ടികൾക്ക് കരപ്പന്മാതിരി ഒരു സുഖം ഉണ്ടായിരുന്നു. അതിന് മേല് പിടിപ്പിച്ച് തേച്ച് പിടിപ്പിക്കും. ഇന്നും വൈദിക വേദപരമായ രീതിയിൽ നമ്പൂതിരിമാർ ബ്രാഹ്മണർ ശ്രാദ്ധം കഴിക്കണമെന്നുണ്ടെങ്കിൽ കോഴയ്ക്ക അനിവാര്യമാണ്. എന്നാൽ അതിൻ്റെ കഥ അവർ പറയില്ല. കാരണം എന്താ? ഈ പൂണൂലിട്ടവർക്ക് കുറച്ച് ഈഗോ കോംപ്ലക്സ് ഉണ്ടാവും. ഈ സോക്കാൾഡ് കുറൂരമ്മയും വില്ലുമംഗലം സ്വാമിമാരുടെ വില്ലുമംഗലം സ്വാമിയുടെയും കഥ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. ഞാൻ ബ്രാഹ്മണ വിദ്വേഷിയാണോ? അല്ല, എനിക്ക് ആരോടും വിദ്വേഷമില്ല. പക്ഷെ സത്യം എന്താ? സത്യത്തിനെ മുറുകെ പിടിക്കണം. എന്നാൽ സത്യം വേറൊരാൾക്ക് അപകീർത്തി ഉണ്ടാക്കുന്നതും ബീഭത്സമായ അവസ്ഥ, അതായത് പ്രത്യേകിച്ച് ഈ വൈദ്യന്മാർ, ഗണികന്മാർ, അതായത് പണിക്കന്മാർ, അവർക്കൊരു ഉപദേശമുണ്ട്: ആസന്ന മൃത്യു പറയാൻ പാടില്ല. കാരണം എന്താ? അത് ബീഭത്സമായിട്ടൊരു കാര്യമാണ്, താങ്ങാൻ സാധിക്കില്ല. ഞാൻ ഇന്ന ദിവസം മരിക്കുന്നു പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അത് പരീക്ഷത്ത് 7-ാം ദിവസം മരിക്കുമെന്നുള്ള വിവരം കിട്ടിയപ്പോഴാണ് പണ്ഡിത ശ്രേഷ്ഠന്മാരോട് അദ്ദേഹം ചോദിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കേണ്ടായി. അന്നത്തെ ബ്രാഹ്മണർക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം വലിയ പരീക്ഷത്ത് പലവരോടും ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പരീക്ഷത്തിന് സുഖബ്രഹ്മവർഷ ചെയ്യുന്ന ഭാഗവതം, അതിൻ്റെ മുമ്പേ ഭാഗവതം നടന്നിട്ടുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെയാണ് പത്മപുരാണത്തിൽ നടന്നിട്ടുള്ള 6 കഥകൾ പറയുന്നത്. അപ്പോൾ ആ പത്മപുരാണത്തിൽ പറയുന്ന കഥ എന്താ ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ പേരാണ് ആത്മദേവൻ. അതിന് വല്ല നെയ്മായിട്ട് വല്ല സാമ്യമുണ്ടോ? ഇല്ല. ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ജീവൻ്റെ നല്ല പേരാണ് ആത്മാവ്. അതറിയാത്തവരെ ജീവൻ, ഞാനൊരു പാപി എന്നൊക്കെ പറയും ആൾക്കാർ. നമ്മൾ പാപിയല്ല ശരിക്കും. അതായത് മനുഷ്യജന്മം പുണ്യവും പാപവും സമാവലേ നിൽക്കുന്ന സമയത്താണ് മനുഷ്യജന്മം കിട്ടുള്ളൂ. 50% പാപം, 50% പുണ്യം. അപ്പോൾ അതിന് വേറെ അർത്ഥത്തിൽ പറയും ദുരിത സുഹൃതം. ദുരിതം എന്ന് പറഞ്ഞാൽ പാപം, സുഹൃതം എന്ന് പറഞ്ഞാൽ പുണ്യം. ഈ വാക്കുകൾ നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ സമാവലെ നിൽക്കുന്ന സമയത്ത് മനുഷ്യജന്മം കിട്ടും. ചാക്യാർ കൂത്തൊക്കെ കേട്ടവർക്ക് പ്രത്യേകം മനസ്സിലാവും. അപ്പം മനുഷ്യന് ഊർധ്വഗതി പ്രാപിക്കാൻ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. എന്താ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം, ഈ ഭൂമണ്ഡലത്തിൽ എത്ര തരം ജീവജാലങ്ങളുണ്ട് എന്ന് നിങ്ങളിൽ എത്ര ആൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഒരു കാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് 84 ലക്ഷം സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സ് ഉണ്ടെന്നാണ്. 84 ലക്ഷം. അതിലൊന്നാണ് മനുഷ്യജാതി. ജാതിച്ച കൈൻഡ്, തരം. ഈ മനുഷ്യൻ മാത്രമാണ് ഈ ഭൂമണ്ഡലത്തിൽ പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്നത്. കുത്തനെ നിൽക്കണേനാണല്ലോ പെർപെൻഡിക്കുലർ എന്ന് പറയാം. ബാക്കിയുള്ള എത്ര? ബാക്കി 90,999 ജീവജാലങ്ങളുടെ സ്പെസീസ് ഭൂമിക്ക് സമാന്തരാണ്. അന്തരീക്ഷത്തിലുള്ള പാറ്റകൾ, സമുദ്രത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള മത്സ്യങ്ങൾ, കരയിൽ കാണുന്ന പക്ഷികൾ, ഇരുകാലി മൃഗങ്ങൾ, അതിൽ ഒറ്റക്കുളമ്പുള്ളവർ, ഇരട്ടക്കുളമ്പുകളുള്ളവർ, നാൽക്കാലികൾ,
ഇവരൊക്കെ ഭൂമിക്ക് സമാന്തരാണ്. അപ്പോൾ ഊർധ്വഗതി പ്രാപിക്കാൻ മനുഷ്യന് മാത്രമേ വിധിച്ചിട്ടുള്ളൂ. ആദ്യം മനുഷ്യൻ ജന്മനാ ജായതേ ശൂദ്ര കർമ്മണാ ജായതേ ബ്രാഹ്മണ. ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രനാണ്. ഈ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ മോശമുള്ള ആളല്ല കേട്ടോ, ഇനി അതും ഞാൻ പറയാം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഭഗവാന്റെ മുഖത്ത് നിന്ന് ആവിർഭവിച്ചതാണ് ബ്രാഹ്മണര്. കൈകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളവരാണ് ക്ഷത്രിയര്. തൊടയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളവരാണ് കച്ചവടക്കാർ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാരേനെയാണ് കച്ചവടക്കാരെന്ന് പറയാം. പിന്നെ ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളവരാണ് ശൂദ്രർ. അപ്പോൾ ബ്രാഹ്മണരിൽ തമിഴ് പട്ടന്മാർ വേറെ, കേരള നമ്പൂതിരീസ് വേറെ, ഉത്തരേന്ത്യയിലത്തെ ബ്രാഹ്മണർ വേറെ, നമ്പൂതിരിപ്പാട്, ഇങ്ങനെ പല വിഭാഗമുണ്ട്. തമിഴ് ബ്രാഹ്മിൺസിൽ ഗോത്രം സംസ്കാരമാണ്. എന്നാൽ എനിക്ക് നിങ്ങളോട് സിമ്പിളായിട്ട് ചോദിക്കാനുള്ള കാര്യം, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഭഗവാന്റെ ഏത് ഭാഗത്താണ് നമസ്കരിക്കുന്നത്? പാദത്തിലാണ് നമസ്കരിക്കുന്നത്. ആരെ? ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും നമസ്കരിക്കുന്നത് ഈശ്വരൻ്റെ പാദത്തിലാണ്. പാദമില്ലെങ്കിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ശൂദ്രൻ ഇല്ലെങ്കിൽ ബാക്കി 3 കൂട്ടരും ഇല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. എന്താ ഇപ്പോൾ ശൂദ്രൻ എന്നുള്ളതിന് ആധികാരികമായിട്ടുള്ള അർത്ഥം പറയാം. വേദത്തിൽ പറയുന്നത് സർവദാ ഇതര ജാതിക്കാരെ സേവിക്കുക. ബ്രാഹ്മണനെ സേവിക്കുക, ക്ഷത്രിയനെ സേവിക്കുക, വൈശ്യനെ സേവിക്കുക. വൈശ്യൻ എന്താ ചെയ്യേണ്ടത്? വൈശ്യൻ ക്രയവിക്രയം ചെയ്യുക. ധാന്യമാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും തുണിയാണെങ്കിലും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആ ഒരു വർഗത്തിൻ്റെയാണ്. ക്ഷത്രിയന്മാരെന്താ ചെയ്യുക? ക്ഷത്രിയന്മാർ രാജാക്കന്മാരാവാൻ വിധിക്കപ്പെട്ടുള്ള ആൾക്കാരാണ്, ഭുജബലമുള്ളവരാണ്. അപ്പോൾ രാജാവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വില്ലേജ് ഓഫീസർ, ബ്ലോക്ക് ഓഫീസർ, ഡെവലപ്മെൻറ്റ് ഓഫീസർ, പിന്നെ മുനിസിപ്പാലിറ്റി അംഗങ്ങൾ, അവരൊക്കെയാണല്ലോ നമ്മളെ ഭരിക്കുന്നത്. അതൊക്കെ ക്ഷത്രിയത്തിൽ വരും. MLA, MP-മാർ. അപ്പോൾ അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടോ? ഇന്നത്തെ രാഷ്ട്രീയമല്ല അന്നത്തെ രാഷ്ട്രീയം. ഭൂമിയെ പരിപാവനമായി നിലനിർത്തി ഭൂമിയിലുള്ള പ്രജകളെ സ്വന്തം മക്കളെ പോലെ കണക്കാക്കി അവർക്ക് വൈരുദ്ധ്യങ്ങൾ വരാതെ കൊണ്ട് അവരെ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ സമ്പത്തുള്ളവരിൽ നിന്ന് കപ്പം എന്ന് പറഞ്ഞാൽ റവന്യൂ വാങ്ങി രാജഭണ്ഡാരം സൂക്ഷിക്കുക. എന്തിനു വേണ്ടി? മറ്റുള്ള രാജാക്കന്മാർ നമ്മുടെ രാജ്യത്തിനെ ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ. ഇത് മനസ്സിലാക്കണം. പ്രതിരോധിക്കാൻ അത്രയേ ഉള്ളൂ. പക്ഷേ ക്ഷത്രിയൻ എന്ത് ചെയ്യണം? രാജാവായാൽ ബ്രാഹ്മണനെ ഗുരുവായി എടുക്കണം, ഗുരുവായി സ്വീകരിക്കണം. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഇനി ഞാൻ മാറ്റി പറയും. എന്താ മാറ്റി പറയണത്? ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ചവരേനല്ല ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത്, നമ്പൂതിരി സ്ത്രീ പ്രസവിച്ചവരേനല്ല നമ്പൂതിരി എന്ന് പറഞ്ഞത്. പിന്നെ ആരെയാ പറയണത് ചോദിച്ചാൽ, ബ്രാഹ്മണ്യമുള്ളവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയാം, ക്ഷത്രിയത്വം ഉള്ളവനെയാണ് ക്ഷത്രിയത്വം എന്ന് പറയാം, വൈശ്യത്വം ഉള്ളവനെയാണ് വൈശ്യൻ എന്ന് പറയാം, ശൂദ്രത്വം ഉള്ളവനെയാണ് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ നിൽക്കില്ല. പിന്നെയോ ഈ 4 ഗുണങ്ങളും ഓരോ വ്യക്തികൾക്കും വേണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ത്വം എന്നുള്ളത് തത്വം എന്നുള്ളതാണ്. തത്വം അതിനാണ് ഉപദേശം എന്ന് സാമാന്യമായിട്ട് പറയാം. അപ്പോൾ ബ്രാഹ്മണത്വം എന്ന് പറഞ്ഞാൽ അതിൽ കാറ്റഗറീസ് ഉണ്ട്. ബ്രഹ്മചാരി വേറെ, ഗൃഹസ്ഥൻ വേറെ, വാനപ്രസ്ഥൻ വേറെ, സന്യാസി വേറെ. അതെല്ലാ ജാതിക്കും ഉണ്ട് കേട്ടോ. പക്ഷേ
നമ്മൾക്ക് ശരാശരി ഒരു മനുഷ്യന് 100 വയസ്സാണ് ആയുസ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 25 വയസ്സ് വരെ ലൗകിക കാര്യത്തിൽ സ്ത്രീ വിഷയമായിട്ട് പെരുമാറാൻ പാടില്ല എന്നൊരു അനുശാസനം പുരാണങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾ ഏറ്റുപിടിക്കാത്തത് കൊണ്ടാണ് 13-ാമത്തെ വയസ്സിലെ പെൺകുട്ടികൾ പ്രസവിക്കണത് ഇന്നത്തെ കാലത്ത്. എന്ത് മനസ്സിലാക്കിയിട്ടാണ് പ്രസവിക്കണത്, എന്താ അതിന് കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അത് ആ സമയം വേസ്റ്റാണെന്ന് അർത്ഥം. അപ്പോൾ സമൂഹത്തിലെ സനാതനധർമ്മം എന്താണെന്ന് അറിയാതെ കണ്ടിരിക്കുക കാരണമാണ് 13, 14, 15 വയസ്സിലൊക്കെ നമ്മുടെ കുട്ടികളെ പ്രസവിക്കും. അപ്പോൾ 25 വയസ്സ് വരെ ബ്രഹ്മചാരിയായിട്ടിരിക്കുമ്പോൾ പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും പഠിക്കണം എന്നാണ് പറഞ്ഞതേ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞഞ്ഞഞ്ഞം കഴിക്കാൻ അത് പതിയോന്ന്? മതി, ധാരാളം. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് പഠിച്ചാൽ ബാക്കിയുള്ളതൊക്കെ തന്നെ വരും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ സംസ്കൃതം എന്നല്ല അദ്ദേഹം പറഞ്ഞു തന്നത്, മലയാളത്തിൽ ശുദ്ധമായിട്ട്. ഗുരുവായൂരപ്പാ കാക്കണേ, നല്ല വിദ്യ തരണേ, നല്ല ബുദ്ധി തരണേ, നല്ല വിദ്യ തരണേ, നല്ല ബുദ്ധി തരണേ, നല്ല വിദ്യ തരണേ, നല്ല ബുദ്ധി തരണേ. ഇനഫ്, ധാരാളമായി. നേരായ വഴി കൂടെ ഭഗവാൻ നയിക്കുക, സദ്ബുദ്ധി തോന്നിക്കുക, കുബുദ്ധി വരാതെ കണ്ടിരിക്കുക. അപ്പം ഇതിനുള്ള പ്രേരണ എവിടുന്ന കിട്ടുക? ഈ കാണുന്ന മൂർത്തിയാണോ? അല്ല. പിന്നെന്താ? ഭാഗവതം പറയണു സദാസേവ്യ സദാസേവ്യ, ഭഗവാനെ സദാസമയത്തും സേവിക്കണം. അതിനെങ്ങനെ? ഉണ്ണുന്നതിൻ്റെ മുമ്പേ അന്നം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞിട്ട് തൊട്ട് തലയിൽ വെക്കണം. പണ്ടത്തെ ആൾക്കാരുണ്ട്, ലേശം ചോറെടുത്ത് ഒരു ഉരുട്ടും, എന്നിട്ട് ഇലയുടെ എന്താണെന്ന് പറയുക, പിന്നെ വലത് കോർണറിൽ വയ്ക്കും. അതിലെല്ലാ പദാർത്ഥങ്ങളും തൊട്ട് വയ്ക്കും, ഒരു തുള്ളി വെള്ളം വയ്ക്കും. ഊണ് കഴിഞ്ഞാൽ ഈ ഉരുളയെടുത്ത് പുറത്ത് കാക്കയ്ക്ക് കൊണ്ട് വയ്ക്കും. അവിടെയാണ് സർവജീവ ഗുഹാശയ, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയമാകുന്ന ഗുഹയിലിരിക്കുന്ന ചൈതന്യത്തിന് ഇതര ജീവികൾക്ക്, എറുമ്പുകൾക്കും ഈച്ചകൾക്കും പശുപക്ഷി മൃഗാദികൾക്കും, അതിപ്പോൾ ചിലപ്പോൾ നായകക്കി എന്ന് വരും, ചിലപ്പോൾ പിന്നെ കാക്ക കൊണ്ടുപോയി എന്ന് വരും, എല്ലാ ജാതികൾക്കും കൂടിയിട്ടുള്ളതാണത്. അപ്പോൾ പണ്ടത്തെ ഒരു 40-45 വർഷം മുമ്പ് വരെ ഇതേപോലെ കാര്യങ്ങളൊക്കെ നല്ല നല്ല തറവാടുകളിൽ നടന്നിരുന്നു. ചോറ് വെച്ചാൽ ചോറ് പാത്രത്തിൽ അരി വാർത്ത് പൂശി വയ്ക്കും. അപ്പോൾ ആ ചട്ടുകത്തിൽ ഒരു ചട്ടുകം ചോറെടുത്ത് കിണ്ടിയിൽ വെള്ളമായിട്ട് ഗൃഹസ്ഥ അല്ലെങ്കിൽ ഗൃഹനാഥൻ തുളസിത്തറയിൽ പോയി ഈ ചോറ് വെച്ച് ഒരു 3 പ്രാവശ്യം വെള്ളം പിന്നെ എന്താണെന്ന് പറയുക, തളിക്ക് വട്ടം വീശ ചെയ്യും. എന്തിന്? ഞാനും നിങ്ങളും സ്വന്തം വീട്ടിൽ ആഹരിക്കുന്നതിൻ്റെ മുമ്പേ ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവായിരിക്കുന്ന ജഗതീശ്വരൻ്റെ സൃഷ്ടി വൈഭവത്തിലുള്ള ജീവജാലങ്ങൾക്ക് കൊടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ പണ്ട് ആഹരിച്ചിരുന്നത്. ഇതൊന്നും അറിയാണ്ട് ഭാഗവതം പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഈശ്വരൻ കൂടസ്ഥനാണെന്നും അന്തര്യാമിയാണെന്നും സർവജീവ ഗുഹാശയനാണെന്നും സച്ചിദാനന്ദ സ്വരൂപരാണെന്നും നിരാകാരനാണെന്നും അറിഞ്ഞ് അതിനെ സാധാരണ നിലയ്ക്ക് പാണ്ഡിത്യം ഇല്ലാത്ത പാമരന്മാർക്ക് ബാല്യദശയിൽ കുട്ടികൾക്ക് അറിയാൻ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവരെ തൊഴിയിക്കണം. അവർക്ക് വേണ്ടി നമുക്ക് തൊഴുതിട്ട് കാര്യമില്ല. നമ്മൾ പല രക്ഷാകർത്താക്കൾക്കുമുള്ളൊരു ദോഷമാണത്. അവർക്ക് വേണ്ടി നമ്മൾ പോയി തൊഴുക. അവരവർക്ക് ദാഹിക്കുമ്പോൾ എൻ്റെ പ്രേമഭാജനം എൻ്റെ ഭാര്യ വെള്ളം കുടിച്ചാൽ മതിയോ? എനിക്ക് വിശക്കുമ്പോൾ ഞാൻ കണ്ണേ കരളേന്ന് വിളിക്കുന്ന എൻ്റെ വാമഭാഗം ആഹരിച്ചാൽ എൻ്റെ വിശപ്പ് മാറുമോ? ഇല്ല. അപ്പോൾ അവിടെ വാത്മീകിനെ ഓർക്കണം. രത്നാകരൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ട ഒരു ആള് സ്വന്തം കുടുംബം ഭരിക്കാൻ വേണ്ടി വഴിപോക്കന്മാരെ പറ്റിക്കുക.
പിടിച്ചു പറിക്കുക. അങ്ങനെ സപ്തർഷികൾ വന്നപ്പോഴും അദ്ദേഹം ചെയ്തു. അപ്പോൾ സപ്തർഷികൾ ഇദ്ദേഹത്തിനെ നേരാക്കാൻ വേണ്ടി, അദ്ദേഹത്തിനെ മാത്രമല്ല നമ്മളേനെ പോലുള്ളവരേനൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ടാണ് ആ കഥ. രത്നാകരനോട് ചോദിച്ചു, നീ ചെയ്യുന്ന ഈ കർമ്മത്തിൻ്റെ ഫലം നിൻ്റെ ഭാര്യയും കുട്ടികളും അനുഭവിക്കുമോ ചോദിച്ചു വരാൻ പറഞ്ഞോന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് പറഞ്ഞത്, ഇല്ല, ഞങ്ങൾ അനുഭവിക്കില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നതേ വരും. പ്രമാണം പറഞ്ഞു. അപ്പോൾ അന്നാണ് രാമമന്ത്രം, താരകബ്രഹ്മമന്ത്രം. പക്ഷെ ആ രാമ ഈ രാമ ആ രാമ, ഇയാൾക്ക് പിന്നെ ആ മരം ഈ മരം എന്നാണ് തുടങ്ങിയത്. രാമരാമാന്ന് വരില്ല പെട്ടെന്ന്. അപ്പം ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ജനതയാണ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും 4 ഭാഗത്തുള്ളത്, ഇൻക്ലൂഡിങ് അവർ ഓൺ പേരക്കുട്ടികൾ. എത്ര കുട്ടികൾക്ക് ആ മരം ഈ മരം ഇങ്ങനൊരു കഥ ഉണ്ടായിരുന്നു എന്ന് എത്ര ശ്രോതാക്കൾക്കറിയാം. അപ്പം ഈ സച്ചിദാനന്ദം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. അതിനെ നിയന്ത്രിക്കണത് നമ്മുടെ ഓരോരുത്തരുടെയും പൂർവ്വജന്മാന്തര സുഹൃതവും ദുരിതവുമാണ്. അത് തലനാരിഴയ്ക്ക് വ്യത്യാസം വരാതെ കണ്ട് അനുഭവിക്കുന്നത് സ്വന്തം ശരീരത്തിൻ്റെ ഉള്ളിൽ ചിതാകാശഗുഹയിൽ വസിക്കുന്ന വസുദേവ ചൈതന്യമാണ്. അതിൻ്റെ പ്രതിബിംബമാണ് ക്ഷേത്രങ്ങളിൽ, കാവുകളിൽ, മഹാക്ഷേത്രങ്ങളിൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ വളരെ ഈസിയായിട്ട് പോകും. അപ്പോൾ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ, ഈ വിശ്വം ഉണ്ടാക്കിയതാണ്. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല, എവർ എക്സിസ്റ്റിംഗ് ആണ്. ആനന്ദം എവർ എക്സിസ്റ്റിംഗ് ആണ്. അത് മെഡിക്കൽ ഷോപ്പിൽ പോയാൽ കിട്ടില്ല, മാളുകൾ പോയാൽ കിട്ടില്ല. സ്വന്തം കർമ്മഫലത്തിൽ നിന്ന് വേണം വരാം. അങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരാ. സത്കർമ്മത്തിൽ നിന്നാണ് പുണ്യം ഉദയം ചെയ്യണത്. സുഹൃതം ഉണ്ടാവണത്, സമ്പാദിക്കണത് നിഷ്കാമകർമ്മത്തിലാണ്. ഒന്നും കാമിക്കാതെ കണ്ട് എൻ്റെ കടമയാണ്, എൻ്റെ കടപ്പാടാണ് സമൂഹത്തിനെ സേവ ചെയ്യുക. അതിനാണ് പ്രീതികരം എന്ന് പറയാം. എനിക്കും എൻ്റേതെന്നും പറയണതിനാണ് സ്വാർത്ഥത, മമത എന്ന് പറയാം. ആ 3 അക്ഷരത്തിനെ തിരസ്കരിക്കാൻ സാധിക്കാണ്ട് ഭാഗവതം പഠിച്ചിട്ട് കാര്യമില്ല. മമതാഗ്രന്ഥികളായിട്ട്, കാരണം നിങ്ങൾ ജപിക്കുന്ന വിഷ്ണു സഹസ്രനാമത്തിൽ ഹൃദയഗ്രന്ഥി വിഭേദിനി ഒരു വാക്കുണ്ട്. ഹൃദയത്തിലേക്കുള്ള ഗ്രന്ഥിനെ മാറണം. എന്തിനാ അത്? താപത്രയ വിനാശായ ഒരു വാക്കുണ്ട്. എന്താ താപം എന്ന് പറഞ്ഞാൽ ചൂടാണ്. താപത്രയം, ത്രയം എന്ന് പറഞ്ഞാൽ 3 എന്ന് അർത്ഥം. അപ്പോൾ 3 തരം ചൂടാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ. താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത്. ശ്രീകൃഷ്ണനെ, അതായത് ശ്രീകൃഷ്ണൻ്റെ വാഗ്മയീ രൂപമായിട്ടുള്ള ഭാഗവതത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലാൻ പുറപ്പെടുന്നത് ഈ താപത്രയാണ്. ഈ താപത്രയത്തിൻ്റെ പേരാണ് പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ. ഇത് നിങ്ങൾ എത്ര ആൾ ഭാഗവതം നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും. കാരണം ഇത് വിവരിക്കാനുള്ള സന്ദർഭമില്ല. കാരണം പണ്ട് എല്ലാവരുടെയും ഭാഷ ദേവഭാഷ സംസ്കൃതമായിരുന്നു. അന്നത്തെ കാലത്ത് ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി സംഗതി എന്താണെന്നുള്ളത്. ഇന്ന് നമ്മൾ മലയാളികളാണെങ്കിലും ഒരു 80% മലയാളികളുടെ പേരക്കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. അവർക്ക് മലയാളം അറിയില്ല. അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം, ഈ ലളിതാ സഹസ്രനാമം, അധ്യാത്മരാമായണം, ഭാഗവതം നമ്മുടെ പേരക്കുട്ടികൾ വായിക്കുമോ? വായിക്കില്ല. കാരണം LOVE, ലവ്, ഇംഗ്ലീഷിൽ അത് അമ്മയോടും ഭാര്യയോടും മകളോടും ഒരേപോലെയാണ്. ഐ ലവ് യു മൈ ഡാർലിംഗ്. കുട്ടിയോടും പറയും, ഭാര്യയോടും പറയും, അമ്മയോടും പറയും. പക്ഷേ മലയാളത്തിലും സംസ്കൃതത്തിലും അങ്ങനെയല്ല. അമ്മയെ ആലിംഗനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ, ഭാര്യയെ ആലിംഗനം ചെയ്യുമ്പോഴത്തെ അവസ്ഥ, മകളെ ആലിംഗനം ചെയ്യുമ്പോഴുണ്ടാകുന്ന അവസ്ഥ, അതിനാണ് സംസ്കാരം എന്ന് പറയുക. സംസ്കരിക്കുക, ധാർമ്മികമായിട്ടുള്ള സംസ്കാരം.
അധർമ്മം എന്താണെന്നും ധർമ്മം എന്താണെന്നുള്ളൊരു ഉൾക്കാഴ്ച നമ്മൾക്ക് ഉണ്ടാവണം. അതിനാണിതൊക്കെ. അപ്പോൾ ഈ താപത്രയ വിനാശായ എന്ന് പറഞ്ഞാൽ പുത്രേഷണ, മക്കൾ വേണം, ഇല്ലെങ്കിൽ ഉണ്ടാവാനുള്ള ത്വരിത, ഉണ്ടായാൽ ആരോഗ്യമുള്ളവരായി തീരുമോ എന്നുള്ളൊരാശങ്ക, നന്നാവുമോ എന്നുള്ളൊരാശങ്ക വേറെ, നമ്മളെ നോക്കുമോ എന്നുള്ള ഒരു പരവേശം വേറെ. അത് ആണ് പുത്രേഷണ. അത് കാര്യമില്ല എന്നാണ് പറഞ്ഞത് ഭഗവാൻ. കാരണം എല്ലാവരും ഇൻഡിപെൻഡൻ്റ് എൻറ്റൈറ്റീസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കളെ, മരുമക്കളെ, പേരക്കുട്ടികൾ എല്ലാം സെപ്പറേറ്റ് എൻറ്റൈറ്റീസാണ്. 2 കുട്ടികളാണെങ്കിൽ 2 കറി വെക്കേണ്ട കാലം അപ്പോൾ അല്ലേ. ഒരാൾക്ക് വെണ്ടയ്ക്ക തോരൻ മാത്രമേ പറ്റുള്ളൂ, ഒരാൾക്ക് പയർ തോരൻ മാത്രമേ പറ്റുള്ളൂ. പണ്ട് അങ്ങനെയല്ല. 10ഉം 20ഉം മെമ്പേഴ്സുള്ള കുടുംബത്തിൽ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ പറയുന്ന കഞ്ഞി ഉപ്പും മുളകും പുളിങ്ങിയുണ്ടെങ്കിൽ നന്നായി, അത്രയേ ഉള്ളൂ. ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മുടെ ഇടയിൽ സാമ്പത്തിൻ്റെ പോരായ്മയില്ല, ദാരിദ്ര്യമുണ്ട്. ഏത് ദാരിദ്ര്യം? ആശയവിനിമയം ചെയ്യാനുള്ള ദാരിദ്ര്യം. അതാണ് ശരിയായ ദാരിദ്ര്യം. എങ്ങനെയാണ് മുതിർന്നവരോട് സംസാരിക്കുക, കൂടെയുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, താഴെയുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, സമൂഹത്തിലുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം, ഇതൊക്കെ ചർച്ചാ വിഷയമാണ്. അപ്പോൾ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ. അപ്പോൾ പുത്രേഷണ പറഞ്ഞു, ധാരേഷണ പറയണ്ടേ? വേണം. ധാരം എന്ന് പറഞ്ഞാൽ ഐദർ സ്പൗസ്, ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ. ധാരേഷണ. നന്നാവുമോ? ഇപ്പോൾ കല്യാണം മുതൽക്ക് തുടങ്ങുക. നല്ല കുട്ടിയെ കിട്ടുമോ, നല്ല ഭർത്താവിനെ കിട്ടുമോ, സുന്ദരനെ കിട്ടുമോ, സമ്പന്നനെ കിട്ടുമോ, ഇങ്ങനെ വ്യാധികൾ തുടങ്ങി. കിട്ടിയാൽ പിന്നെ മുറുമുറുപ്പായി. എന്താ മുറുമുറുപ്പ്? എന്നെ മാനിക്കണില്ല. അങ്ങനെയാണ്. പെങ്ങളുടെ കുട്ടിക്ക് പിറന്നാളിന് ഡ്രസ്സ് വാങ്ങി കൊടുത്തു. അപ്പോൾ സാഹോദര്യം എന്താണെന്ന് അറിയാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ ഇന്നലെ ഈശ്വരൻ തോന്നിച്ചു ചെറിയൊരു ക്ലിപ്പ് 6ാമത്തെ അധ്യായത്തിൽ, അതെ 6ാമത്തെ അധ്യായത്തിൽ 9ാമത്തെ സ്കന്ധം 8ാമത്തെ സ്കന്ധം. എന്താണ്? അച്ഛനാരാണ്, അമ്മയാരാണ്, സഹോദരി ആരാണ്, അറിയപ്പെടുന്ന ആൾക്കാർ വരുന്നവർ ആരാണ്, അറിയപ്പെടാത്ത അതിഥികൾ ആരാണ്, എന്നൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ ഭാഗവതത്തിൽ 12 സ്കന്ധത്തിൽ നിന്ന് അത് മാത്രം ഞാൻ എഴുതിയത്? എനിക്കറിയില്ല. അത് എൻ്റെ ഉള്ളിൽ നിന്നുണ്ടായ ഒരു പ്രേരണ. ഇന്നലെ വൈകുന്നേരമാണ് എൻ്റെ നാട്ടുകാരി ഭാഗവതം തന്നെ ശ്ലോകം പറഞ്ഞ് അർത്ഥം പറയണമെന്ന് എന്നെ നിർബന്ധിച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് ദേരിഷ്ണാഥർ ആ കുട്ടി പറഞ്ഞത് കേൾക്കുക. ഇതൊരു സേവയാണ്, സമൂഹത്തിനോടുള്ള സേവയാണ്. അതിന് എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് കുറ്റമറ്റതായി എല്ലാവർക്കും ഉപകരിക്കത്തക്ക വിധത്തിൽ അതായിരിക്കണം നിർബന്ധമുണ്ട് എനിക്ക്. നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം. എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കിട്ടിയ സന്ദർഭം ശരിക്കും ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്താ വീഡിയോ ഇടാൻ കാരണം എന്ന് വിചാരിച്ചാൽ, മനുഷ്യൻ്റെ എക്സ്പ്രഷൻ കണ്ണുകളിലും മുഖത്താണ്. അതില്ലാതെ കണ്ട് അന്ധകാരത്തിൽ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഗുരു എന്നുള്ള പ്രക്രിയ തന്നെ അന്ധകാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരലാണ്. അതാണ് ശിക്ഷണം. ആ ശിക്ഷ ഇവിടെ എന്താണ്? സച്ചിദാനന്ദൻ ആരാന്ന് പറഞ്ഞു, താപത്രയ വിനാശായ എന്നും പറഞ്ഞ് ആ 12 ശ്ലോകത്തോടു കൂടി ഇന്നത്തെ ആരംഭം ഇവിടെ അവസാനിപ്പിക്കാം. നാളെ മുതൽക്ക് 1ാമത്തെ ശ്ലോകം പറഞ്ഞ് അർത്ഥം പറയാം. ഇത് ടെക്നിക്കലി സ്വന്തം സ്വഭാവ രൂപീകരണമാണ്. മറ്റുള്ളവരുടെ സ്വഭാവം നമുക്ക് തിരുത്താൻ പറ്റില്ല. അവനവൻ്റെ, എനിക്ക് എൻ്റെ സ്വഭാവം മാറ്റാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം മാറ്റാം. അത് സമൂഹത്തിന് ഉപകാരമായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിനാണ് പ്രീതികരമായി ജീവിക്കുക എന്ന് പറയും. അപ്പോൾ ഈ പ്രീതികരം എന്നുള്ളത് നിങ്ങൾ ജപിക്കുന്ന വിഷ്ണു സഹസ്രനാമം തുടങ്ങുമ്പോൾ പറയണു, ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥം. ഈ സഹസ്രനാമം ജപിക്കുന്നത് ലളിതാ പരമേശ്വരി പ്രീത്യർത്ഥം
ശ്രീരാമചന്ദ്രസ്വാമി പ്രീത്യർത്ഥം, ഹനുമൽ സ്വാമി പ്രീത്യർത്ഥം, പരമേശ്വര പ്രീത്യർത്ഥം. അപ്പം എല്ലാം ഈശ്വരൻ്റെ പ്രീതിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് എൻ്റെ തലവേദന മാറാനോ തലമുടി നരയ്ക്കാതെ കണ്ടിരിക്കാനോ ചുളിവുകൾ വരാതെ കണ്ടിരിക്കാനൊന്നും ഈശ്വരനെ കൂട്ടുപിടിക്കരുത്. അതൊക്കെ അവരവർ ചെയ്തിട്ടുള്ള ദുരിത സുഹൃതങ്ങളുടെ ഫലം അനുഭവിക്കൽ മാത്രമാണ്. അപ്പോൾ സ്വബോധം നഷ്ടം വരാനതിൻ്റെ മുമ്പേ, നമ്മളൊക്കെ ഈ അൽസിമേഴ്സ് മുതലായിട്ടുള്ള മാരക അസുഖങ്ങൾ വരുന്നതിൻ്റെ മുമ്പേ ഈശ്വരൻ ആരാണെന്ന് മനസ്സിലാക്കുക. നമ്മളാര്, ഹൂ ആം ഐ എന്നുള്ളത് മനസ്സിലാക്കി ഞാനും നിങ്ങളെല്ലാം തത്വമസി അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കേണ്ടവരാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ഈ ഓട്ടം ചാട്ടൊക്കെ നിൽക്കും. ഇരുപ്പല ഈശ്വരനെ സ്വന്തം ഹൃദയ ഗുഹയിൽ കാണാൻ സാധിക്കുക. പിന്നെ നമ്മൾ ഗുരുവായൂർ പോയി ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യം വരില്ല. പ്രൊണോഷയിലെ ഏവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.